ഹോട്ടൽ മഹാരാജയുടെ ഇടനാഴിയിലൂടെ ഇരുൾ വീണ ഒഴിഞ്ഞ മൂലയിൽ പരിസരം മറന്ന് ചുംബിക്കുന്ന രണ്ടുപേർ. അവരിൽ നിന്നുയരുന്ന മൂളിച്ചകള ഇടനാഴിയുടെ ഇരുൾ ഭേദിച്ച് പുറത്തേക്ക് തെറിച്ചതും അതുവഴി വന്ന അനൂപൊന്ന് നിശ്ചലനായി. ശബ്ദം കേട്ടയിടത്തേക്ക് മിഴികൾ തേടിച്ചെന്നതും കണ്ടവൻ ഇരുളിന്റെ മറപറ്റി ശരീരത്തിന്റെ ദാഹം ചുംബനങ്ങളിലൂടെ പകർന്നെടുക്കുന്ന രണ്ടുപേരെ. പരിസരം മറന്നെന്ന പോലുള്ള അവരുടെ ആ പ്രവൃത്തി ഇതുപോലെയുള്ള ഇടത്തരം ഹോട്ടലുകളിൽ ഒരു സാധാരണ സംഭവമാണെന്നോർത്തതും തല കുടഞ്ഞ് അവരെ കണ്ടില്ല എന്ന ഭാവത്തിൽ തന്റെ മുറിയിലേക്ക് നടന്നു അനൂപ്. കമ്പനി ആവശ്യങ്ങൾക്കായി വരുമ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള ഇടത്തരം ഹോട്ടലുകളിലാണ് കമ്പനി ജോലിക്കാർക്ക് താമസ സൗകര്യം ഒരുക്കുന്നത്. ഇതുപോലെയുള്ള കാഴ്ചകൾക്ക് ഇതിനു മുൻപ് ധാരാളം സാക്ഷിയാകേണ്ടി വന്നതിന്റെ നിസ്സംഗതയാണ് അനൂപിന്റെ മുഖത്തിപ്പോൾ. ജീവിതം അലച്ചിലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാപ്പകൽ കഷ്ടപ്പെടുന്നവന് ഇത്തരം കാഴ്ചകൾ നൽകുന്നത് നവ്യാനുഭൂതിയല്ല, മറിച്ച് എന്തിനോടെല്ലാമോ ഉള്ള ദേഷ്യം മാത്രമാണ്. തന്റെ റൂമിലെത്തി കമ്പനി മീറ്റിംഗിന് ആവശ്യമുള്ള രേഖകളുമെടുത്ത് അനൂപ് തിരികെ ഇറങ്ങിപ്പോകുമ്പോഴും ആ ഇടനാഴിയിൽ സീൽക്കാര ശബ്ദം ഉയർത്തി ചുംബനങ്ങൾ പങ്കിട്ടെടുക്കുന്നവർ പരസ്പരം വേർപെട്ടിരുന്നില്ല. ചുണ്ടുകൾക്കൊപ്പം പരസ്പരം കൈകൾ കൂടി ശരീരത്തിൽ അലയുന്നുണ്ടിപ്പോഴവരുടെ. അവരെ മറികടന്ന് അനൂപ് ധൃതിയിൽ നടന്നതും പുണർന്നു നിന്നവരൊന്ന് ഞെട്ടിയകന്നു. അനൂപ്! പിന്നിൽ നിന്നൊരു വിളിയൊച്ച ഉയർന്നതും അമ്പരന്ന് തിരിഞ്ഞു നോക്കി അനൂപ്. വിഷ്ണു! തന്റെ പേരെടുത്ത് വിളിച്ചവനെ തിരിച്ചറിഞ്ഞതും ഒരു പകപ്പ് നിറഞ്ഞു അനൂപിൽ. ഇവനോ എന്നൊരു ചോദ്യം ഉള്ളിലുയരുന്നതിനൊപ്പം തന്നെ അവനൊപ്പം നിൽക്കുന്ന പെൺകുട്ടിയിലേക്കും അനൂപിന്റെ കണ്ണുകൾ ചെന്നു. വിഷ്ണുവിന്റെ ചുംബന കാഠിന്യത്താൽ പൊട്ടിയ ചുണ്ടിലെ രക്തത്തുള്ളികൾ കർച്ചീഫ് കൊണ്ട് ഒപ്പിയെടുക്കുകയാണ് ആ പെൺകുട്ടി. വിഷ്ണു, നീ? അത്ഭുതവും അമ്പരപ്പും നിറഞ്ഞ അനൂപിന്റെ ചോദ്യത്തിൽ വിഷ്ണുവിന്റെ ചൊടികളിലൊരു നനുത്ത പുഞ്ചിരി വിരിഞ്ഞു. ഏതൊരാളെയും അത്രമേൽ മോഹിപ്പിക്കുന്ന അവന്റെ ആ മാസ്റ്റർ പീസ് ചിരി. നിനക്കെന്താടാ ഇത്ര വിശ്വാസക്കുറവ്? ഞാൻ വിഷ്ണു തന്നെയാണ്. നിനക്കൊപ്പം 4-5 കൊല്ലം മുമ്പ് പലയിടത്തും ജോലി തേടി നടന്ന അതേ വിഷ്ണു തന്നെയാണ് ഞാൻ. അനൂപിന്റെ തോളിലൊന്ന് തമാശയിൽ ഇടിച്ച് വിടർന്ന ചിരിയോടെ വിഷ്ണു പറഞ്ഞതും അവന്റെ കണ്ണുകൾ വീണ്ടും ആ പെൺകുട്ടിയിലേക്കെത്തി. നിന്റെ ഭാര്യയാണോ വിഷ്ണു? ആ പെൺകുട്ടിയിൽ ദൃഷ്ടിയൂന്നി വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ അനൂപിനറിയാം അത് വിഷ്ണുവിന്റെ ഭാര്യ അല്ല എന്ന്. അതല്ലെങ്കിലും അവനോളം മറ്റാർക്കാണ് അറിയുക? എന്റെ ഭാര്യ, അതും ഇതുപോലെ ഒരു സുന്ദരി. നടന്നത് തന്നെ. എന്റെ ഭാര്യ ഒരു കാക്കപ്പൊന്നല്ലേടാ. തന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നവനെ നോക്കി നിശബ്ദനായി നിൽക്കുമ്പോൾ നെഞ്ചിനുള്ള മുറിവേറ്റതുപോലെ നീറുന്നത് അറിയുന്നുണ്ട് അനൂപ്. എടാ, നമുക്കൊപ്പം PSC കോച്ചിങ് ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്ന രാഗിയാണെന്റെ ഭാര്യ. നിനക്ക് ഓർമ്മയുണ്ടോ അവളെ? വിഷ്ണു ചോദിച്ചതിനുത്തരം പറയാതെ അവനെ വെറുതെ നോക്കി നിന്നു അനൂപ്. നീ ഇത്രയൊന്നും ചിന്തിക്കണ്ട. ഓർത്തുവെക്കാൻ മാത്രം പ്രത്യേകതയൊന്നുമില്ലാത്ത ഒരു കാക്കക്കറുമ്പിയാണവൾ. നീ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ സാധനത്തിന്. സ്വന്തം ഭാര്യയായിട്ടുള്ളവളെ പറ്റിയാണ് അന്യ ഒരുത്തനോട് പറയുന്നതെന്ന ബോധം പോലും ഇല്ലാതെ ആസ്വദിച്ചു കുറ്റം പറയുകയാണ് വിഷ്ണു. ആ കറുമ്പിക്കെന്നോട് പ്രണയം എന്ന് വെച്ചാൽ അസ്ഥിക്ക് പിടിച്ച പ്രേമം. എന്നെ കെട്ടുകളെന്ന് പറഞ്ഞ് വാശിയും കരച്ചിലും. ആകെ ബഹളമായിരുന്നവൾ. നമ്മുടെ ക്ലാസ്സിലെ സുന്ദരൻ ഞാനാണല്ലോ. ഞാൻ നോക്കുമ്പോൾ അവൾ റാങ്ക് ലിസ്റ്റിലുണ്ട്. സർക്കാർ ജോലി ഉറപ്പ്. പിന്നെ അവൾക്ക് സ്വന്തം എന്ന് പറയാനുള്ളതൊരു തള്ള മാത്രമാണ്. അത്യാവശ്യം നല്ല സമ്പത്ത് വീട്ടിലുണ്ട്. വേറൊന്നും ആലോചിച്ചില്ല. ഞാനങ്ങ് പ്രേമിച്ച് കിട്ടി. ഇപ്പൊ 2 കൊല്ലമായി. തുറന്നുള്ള വിഷ്ണുവിന്റെ പറച്ചിലിൽ ശ്വാസം വിലങ്ങി നിന്നുപോയി അനൂപ്. ഭാര്യ ഒരുത്തി നിന്നെ വിശ്വസിച്ച് കൂടെയുള്ളപ്പോൾ നീ ചെയ്യുന്നത് തെറ്റല്ലേ വിഷ്ണു? നീ രാഗിക്ക് മാത്രം അവകാശപ്പെട്ടവനല്ലേ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അനൂപിന്. എന്ത് തെറ്റ്? അവൾക്ക് അവകാശപ്പെട്ടതെല്ലാം ഞാൻ അവൾക്ക് കൊടുക്കാറുണ്ടല്ലോ. അവൾ സ്നേഹിച്ച എന്നെ ഞാൻ അവൾക്ക് കൊടുത്തില്ലേടാ. ഇപ്പോഴും അവൾക്ക് വേണ്ടത് കൊടുത്തതിന്റെ ബാക്കിയേ ഞാൻ ഇവളെപ്പോലുള്ളവർക്ക് കൊടുക്കാറുള്ളൂ. അവള് ഹാപ്പി, ഞാനും ഹാപ്പി. ഇതൊക്കെ ഒരു ത്രില്ലല്ലേ മോനെ? ഭാര്യ ജോലിക്ക് വിട്ട് അവളുടെ ശമ്പളം കൊണ്ട് പെണ്ണ് പിടിച്ച് നടക്കാനും വേണം മോനേ ഒരു ഭാഗ്യം. മുന്നിൽ നിന്ന് പൊട്ടിച്ചിരിയോടെ പറയുന്നവന് നേരെ കഷ്ടപ്പെട്ടൊരു ചിരി നൽകി അനൂപ്. അവനോട് പറയാനൊരു മറുപടി ഉണ്ടായിരുന്നില്ല സത്യത്തിൽ അനൂപിന്. അല്ലെങ്കിലും എന്തു പറയാൻ? കമ്പനി മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് പോകുമ്പോൾ അനൂപിന്റെ ഉള്ളു നിറയെ അവളായിരുന്നു രാഗി, വിഷ്ണുവിന്റെ ഭാര്യ. ആരോടും പറയാതെ മനസ്സിനുള്ളിൽ അനൂപ് കൊണ്ടു നടന്ന സ്വപ്നമായിരുന്നു രാഗി. ഒന്ന് കാലുറപ്പിച്ച് തനിയെ നിൽക്കാനാകുമ്പോൾ കൂടെ കൂട്ടാൻ കരുതിയവൾ. എന്നാൽ അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല രാഗി വിഷ്ണുവിനോട് പ്രണയം പറയുമെന്ന്, അവർ കല്യാണം കഴിക്കുമെന്ന്. തനിക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ നേടിയ ജീവിതത്തിൽ അവൾ സന്തോഷവതിയാണല്ലോ എന്ന ആശ്വാസമായിരുന്നു നാളിതുവരെ മനസ്സിലെങ്കിൽ ഇന്നത് വിഷ്ണുവിനെ കണ്ടതോടെ അതും നഷ്ടമായി അനൂപിന്. തന്റെ ആരുമല്ല അവളെങ്കിലും അവളെ മറ്റൊരുവൻ സ്നേഹം ചാലിച്ച് ചതിക്കുന്നതിന്റെ നീറ്റലുണ്ടാക്കി അവന്റെ ഉള്ളിൽ.
എന്നാൽ തന്നാലൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം നിസ്സഹായനായിരുന്നു അനൂപ്. ഇതേ സമയം വിഷ്ണുവിന്റെ ദൃഷ്ടി തന്നിൽ പതിയില്ല എന്നുറപ്പുള്ള മറ്റൊരുവനൊപ്പം തന്റെ പ്രണയലീലകൾ ആടിത്തിമിർക്കുന്ന രാഗിയെ അനൂപോ വിഷ്ണുവോ കണ്ടില്ല. സ്വന്തമായി വേലയും കൂലിയും ഇല്ലാത്ത ഒരുവനെ വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് രാഗി കൂട്ടിയത് തന്നെ തനിക്കിഷ്ടപ്പെട്ട പടി ജീവിക്കാനാണ്. സൗന്ദര്യമുള്ള എന്തിനോടും വല്ലാത്ത ഒരിഷ്ടമാണവൾക്ക്. സ്വന്തമാക്കി കൈയടക്കാനും അനുഭവിക്കാനുമുള്ള ആർത്തി. വിഷ്ണുവും അത്തരത്തിൽ അവൾ ആഗ്രഹിച്ച ഒരുവൻ മാത്രമാണ്. ആരെയും മയക്കുന്ന ചിരിയും സൗന്ദര്യമുള്ള വിഷ്ണുവിനോടും അവൾക്ക് തോന്നിയത് കൈയടക്കി വെക്കാനുള്ള ഒരിഷ്ടമാണ്. അവളുടെ ഇഷ്ടങ്ങളുടെ അവസാന വാക്കായിരുന്നില്ല വിഷ്ണു. വിഷ്ണുവിനു മുൻപും ശേഷവുമെല്ലാം അവളുടെ ജീവിതത്തിലൂടെ പലരും വന്നുപോയിക്കൊണ്ടിരുന്നത് വിഷ്ണു അറിഞ്ഞില്ല എന്നു മാത്രം. വിഷ്ണുവിനവൾ ഉത്തമ ഭാര്യയായിരുന്നു. അവൾക്ക് മുന്നിൽ മാതൃകാ ഭർത്താവാണ് വിഷ്ണുവും. തന്നിഷ്ടങ്ങളിൽ മുഴുകി മതിമറന്ന് ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മുൻപിൽ മാതൃകയാണെന്ന് തോന്നിപ്പിക്കുമ്പോഴും അകമേ അവരിരുവരും പരസ്പരം വഞ്ചിച്ചുകൊണ്ടിരുന്നു. താൻ പ്രാണനായി കൊണ്ടു നടന്നവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാതെ, ചിലരുടെയെല്ലാം ജീവിതം ഇങ്ങനെ ഇരുളടഞ്ഞതും ചീഞ്ഞതുമാണെന്നറിയാതെ അനൂപ് അപ്പോഴും രാഗിയോർത്ത് അവൾക്കായി വേദനിച്ചുകൊണ്ടേയിരുന്നു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.